ദക്ഷിണ കൊറിയ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ കാട്ടുതീ ഇപ്പോൾ രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ശേഷം ഇപ്പോൾ കാട്ടുതീ വ്യാപിക്കുന്നത് ദക്ഷിണ കൊറിയയിലാണ്. 18 പേർ കൊല്ലപ്പെടുകയും 200-ലധികം കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്തു കഴിഞ്ഞു. 27,000 ആളുകളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്ന് ബുധനാഴ്ചയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം 1300 വർഷം പഴക്കമുള്ള ഒരു ബുദ്ധക്ഷേത്രവും വീടുകളും ഫാക്ടറികളും വാഹനങ്ങളും എന്നിവ കാട്ടുതീയിൽ നശിച്ചവയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാട്ടുതീയിൽ 43,330 ഏക്കർ കത്തി നശിക്കുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സർക്കാരിന്റെ അടിയന്തര പ്രതികരണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 21-ന് ആരംഭിച്ച കാട്ടുതീ മുൻകാലങ്ങളിലെ മറ്റ് പല കാട്ടുതീയേക്കാളും ഏറ്റവും വലിയ നാശനഷ്ടം വരുത്തിയെന്നും ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായ ഹാൻ ഡെഗ് സു ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. നാശനഷ്ടങ്ങൾ മഞ്ഞുവീഴ്ച പോലെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര നാശനഷ്ടങ്ങൾ കാട്ടുതീയിൽ ഉണ്ടാകുമെന്ന ആശങ്കയും നമുക്കുണ്ട്. അതിനാൽ ഈ ആഴ്ചയുടെ ശേഷിച്ച കാലയളവിൽ കാട്ടുതീ അണയ്ക്കാൻ നമ്മുടെ എല്ലാ കഴിവുകളും കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും ഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാത്രി മുഴുവൻ ശക്തമായ കാറ്റ് വീശുന്നതിനാൽ തന്നെ കാട്ടുതീ അണയ്ക്കാൻ ജീവനക്കാർ ഇപ്പോഴും പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച 130 ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെയാണ് 4650ഓളം അഗ്നിശമന സേനാംഗങ്ങളും സൈനികരും മറ്റ് ജീവനക്കാരും കാട്ടുതീ അണയ്ക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച 5 മുതൽ 10 മില്ലിലിറ്റർ മഴയുടെ ചെറിയ അളവിൽ മഴ പ്രതീക്ഷിക്കുന്നതായും ഹാൻ കൂട്ടിച്ചേർത്തിരുന്നു. ദക്ഷിണ കൊറിയയിൽ ഇപ്പോൾ നാശം വിതയ്ക്കുന്ന കാട്ടുതീ മൂന്നാമത്തെ വലിയ ദുരന്തമാണെന്ന് നിരീക്ഷകരും വ്യക്തമാക്കി. വരണ്ട കാറ്റിനെ തുടർന്ന് ഉണ്ടായ തീ അണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ പാടുപെടുന്നതിനാൽ ചൊവ്വാഴ്ച നിരവധി തെക്കുകിഴക്കൻ നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും ഉദ്യോഗസ്ഥർ താമസക്കാരെ ഒഴിവാക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്.